ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വെള്ളരിക്ക കൊണ്ടൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വെള്ളരിക്ക അച്ചാർ ഇടുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു വലിയ വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെക്കണം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള പുളിപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 2 തുടം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ പച്ചമുളക് വേണം. ഇവിടെ ഞാനൊരു എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഈ വെള്ളരിയിലേക്ക് കുറച്ച് ഉപ്പും കായപ്പൊടിയും കൂടി ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് അരമണിക്കൂർ വെച്ചിരിക്കണം. എന്നാലേ ഈ വെള്ളരിയിലോട്ട് ഉപ്പും കായപ്പൊടിയും നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ എരിവുള്ള മുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചൂടായി വരട്ടെ. പിന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് ബ്രൗൺ കളറായി വരട്ടെ. അതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. 2.5 സ്പൂൺ മുളക് പൊടി ഇടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തീയൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയമാകുമ്പോൾ പുളിവെള്ളം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. കാൽ ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളരിയിൽ കായപ്പൊടിയും ഉപ്പും ചേർത്തൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നാലും അരപ്പിലും കൂടി ടേസ്റ്റ് കിട്ടാൻ കുറച്ച് ഉപ്പും കായപ്പൊടിയും ചേർക്കുന്നത്. ഒരു മുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ വെള്ളരിക്ക അച്ചാറിൻ്റെ അരപ്പ് റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ അരപ്പൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വെള്ളരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകും.
അടിപൊളി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.